ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനവുമായി UDF രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പ്രായസ്ഥരായിട്ടുള്ള ആളുകൾ ഇനി അങ്ങോട്ട് ഇപ്പോഴും ലഭിക്കുന്നത് പോലെ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന നിലപാട് അവസാനിപ്പിച്ച് അവർക്ക് നേരിട്ടുള്ള പെൻഷൻ ഇല്ല എന്ന് ഗവൺമെൻറ് ഒരു ഓർഡറിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം 1980-ലാണ് കർഷക തൊഴിലാളികൾ പാവപ്പെട്ട ഒരു ജനവിഭാഗമെന്ന് കണക്കിലെടുത്ത് നായനാർ ഗവൺമെൻറ് അന്ന് പ്രതിമാസം 45 റുപ്യ പെൻഷൻ അനുവദിക്കുന്ന നില സ്വീകരിച്ചു. ആ 45 റുപ്യയാണ് ഇപ്പോൾ 2000 തുക വർദ്ധിച്ച് എത്തി നിൽക്കുന്നത്. 45 റുപ്യ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ് കെ കരുണാകരൻ. അന്ന് പറഞ്ഞത് പ്രത്യുൽപാദനപരമല്ലാത്ത ഈ പെൻഷൻ പദ്ധതി അതിൻ്റെ ചെലവ് നാടിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ്. ഇതിൻ്റെ അർത്ഥം കോൺഗ്രസും UDF-ഉം കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു എന്നാണ്. ഈ 45 2000 വർദ്ധിപ്പിച്ച ഘട്ടം വരെയുള്ള എല്ലാ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ് വർദ്ധിപ്പിക്കുകയും കൃത്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി 100 റുപ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വർദ്ധിപ്പിച്ച 100 കൊടുത്തില്ല എന്ന് മാത്രമല്ല 18 മാസത്തെ കുടിശ്ശിക ബാക്കി വെച്ചുകൊണ്ടാണ് UDF-ൻ്റെ ഗവൺമെൻറ് അന്ന് താഴെ ഇറങ്ങിയത്. അതിനുശേഷം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തത്. പിന്നീട് പെൻഷൻ വർദ്ധിപ്പിച്ച് നമ്മുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ 3000 റുപ്യയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷേ 2000 റുപ്യയായിട്ട് നിൽക്കുകയായിരുന്നു. വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാറി. UDF-കാർ 3000 കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ സാധാരണ നമുക്കറിയാം ഇതെല്ലാം വാഗ്ദത്തം മാത്രമായിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഇപ്പോഴുള്ള പെൻഷൻ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഈ പെൻഷനൊന്നും കൊടുക്കാൻ സാധിക്കുന്നതല്ല, പെൻഷൻ ബാധ്യത വളരെ കൂടുതലാണ്, ഈ പെൻഷൻ ബാധ്യതയൊന്നും കേരളത്തിലെ ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് UDF-ൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലുള്ളപ്പോൾ 2011-12 കാലത്ത് അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ എല്ലാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഈ 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാ കേന്ദ്രമായിട്ടുള്ള പെൻഷൻ പദ്ധതി എങ്ങനെ ഒഴിവാക്കാം എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് നേരിട്ടുള്ള പെൻഷൻ വേണ്ടതില്ല എന്ന തീരുമാനം. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലെ ഈ 62 ലക്ഷം ആളുകളെയും അണിനിരത്തി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം, ഇത് പിൻവലിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ശക്തിയായിട്ട് നടത്തേണ്ടി വരും, നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായി ഈ പ്രഖ്യാപനം പിൻവലിക്കണം. എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ, പുതിയ ബാധ്യത ഒന്നുമല്ലല്ലോ, നിലവിൽ ഉള്ള ബാധ്യതയാണ്, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ പെൻഷൻ കിട്ടാൻ തോന്നുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ള ഒന്നാമത്തെ കാര്യം.